ഇപ്പോൾ ഇന്ത്യയിൽ വഖഫ് നിയമങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വഖഫ് നിയമങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി ഇതേ വഖഫ് നിയമത്തിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് വഖഫ് ബോർഡ്. അത് ദേശീയമായിട്ടുള്ള സെൻട്രൽ വഖഫ് ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും വഖഫ് ബോർഡ് വന്നു. ഇതേ സ്വഭാവത്തിൽ തന്നെ ഇന്ത്യയിലെ പിന്നെ ദേവസ്വത്തുക്കൾ, അതായത് ഹൈന്ദവ ദേവസ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് ദേവസ്വം ബോർഡുകൾ നിലവിൽ വന്നു. സംസ്ഥാനാടിസ്ഥാനത്തിലും ദേവസ്വം ബോർഡുകളുണ്ട്. ദേവസ്വം ബോർഡുകളുടെ സംരക്ഷണാധികാരത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞു വച്ചത് അവിടെ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ദേവസ്വം ബോർഡിൻ്റെ കൈകാര്യകർത്താക്കളായി വരിക. ഇതേ സ്വഭാവത്തിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഈ 95 ആക്ട് ഉൾപ്പെടെയുള്ളത്. കൃത്യമായി പറഞ്ഞൊരു കാര്യം, വഖഫ് ബോർഡിൻ്റെ കാര്യങ്ങളുടെ കൈകാര്യകർത്താക്കളാവേണ്ടത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളാകണം എന്ന് മാത്രമല്ല, നമ്മുടെ ആക്ട് കൃത്യമായി പറഞ്ഞു വെച്ചൊരു കാര്യമുള്ളത്, ഈ വഖഫ് ബോർഡ് മെമ്പർമാരായി വരുന്ന ആളുകൾ അത് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഒന്ന് CEO ആണ്, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെയും അദ്ദേഹം വഖഫ് കമ്മീഷണർ ഷാൽ ബി എ പേഴ്സൺ പ്രൊഫസിങ് ഇസ്ലാം ആൻഡ് ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ്. ഇപ്പോൾ ഒരു വഖഫ് കമ്മീഷനായിട്ടുള്ള, അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട സെക്രട്ടറി ആയിട്ട് വരുന്നയാൾ ഷാൽ ബി എ മുസ്ലിം, പ്രൊഫസി മുസ്ലിം ആയിരിക്കണമെന്നാണ്. കുറച്ചുകൂടി പറഞ്ഞാൽ പ്രൊഫസി മുസ്ലിം എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ആക്ട് പറയുന്നത്. ഈ നിയമം എല്ലാത്തിനും ബാധകമാണ്, അതായത് ദേവസ്വം ബോർഡിനും ബാധകം. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മനോഹരമായ അതിൻ്റെ ഒരു പൈതൃകത്തെ കൂടി അത് കൂടുതൽ ജ്വലിപ്പിച്ച് നിർത്തുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഭരണഘടന പറയുന്ന പ്രകാരമുള്ള മതേതര മൂല്യം എന്ന് പറയുന്നത് മതങ്ങളെ മുഴുവനും നിഷേധിക്കുന്ന സ്വഭാവത്തിനല്ല, മതവിശ്വാസിക്ക് അവരുടെ വിശ്വാസത്തെ നിലനിർത്താനുള്ള സ്വാതന്ത്ര്യമാണ്. ആ അർത്ഥത്തിൽ ഏത് വിശ്വാസത്തെയും, അതായത് രാജ്യത്തിൻ്റെ സാമൂഹിക ഘടനക്കോ ഭരണഘടന വിഭാവന ചെയ്യുന്ന സമത്വസുന്ദരമായിട്ടുള്ള സാമൂഹികാവസ്ഥയ്ക്ക് ആഘാതമേൽപ്പിക്കാത്ത വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള മതവിശ്വാസത്തെയും ഈ രാജ്യം പ്രോത്സാഹിപ്പിക്കുകയും രാജ്യം സ്വതന്ത്രമായിട്ട് അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡാവട്ടെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് ഇതര മതവിശ്വാസങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാവട്ടെ, എല്ലാം ഇതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമുക്ക് വഖഫ് ബോർഡിൽ കാണാൻ പറ്റും. വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു മുസ്ലിങ്ങളുടെ മാത്രം ഒരു കുത്തകാവസ്ഥയിലുള്ളതല്ല, പാർട്ട് ഓഫ് ഗവൺമെൻറ്റാണ്. നമ്മളതുകൂടി കാണും. അത് ഗവൺമെൻറ്റാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് 95 സെക്ഷൻ 97, അതായത് 97-ാം സെക്ഷൻ പ്രകാരം ഗവൺമെൻറ് വഖഫ് ബോർഡിനോടൊരു കാര്യം പ്രത്യേകം പറഞ്ഞാൽ ആ കാര്യത്തിൽ തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശത്തെ പാലിക്കാൻ വഖഫ് ബോർഡ് ബാധ്യസ്ഥമാകുന്നു എന്നുള്ളതാണ് 97 നിബന്ധന പറഞ്ഞു തരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യം സ്ഥാപിക്കുന്നതുമായിട്ടോ ഒന്നും ബന്ധപ്പെടുത്തിയിട്ടല്ല വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നതെന്ന് ചുരുക്കം. എന്നാൽ അതോടൊപ്പം തന്നെ വഖഫ് ബോർഡിൽ ഈ പറയപ്പെടുന്ന, അതായത് സമൂഹത്തിൻ്റെ നാനോന്മുഖമായിട്ടുള്ള അതിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ, ഒരുപക്ഷെ ചിലപ്പോൾ അത് ചാരിറ്റി പ്രവർത്തനമാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള നിർവചനത്തിൽ ഉൾക്കൊള്ളുന്ന വിധം ചാരിറ്റി ആകുമ്പോൾ അത് ഏത് സമൂഹത്തിനും ഉപകാരപ്പെടാവുന്ന ചാരിറ്റി ആവാം. സമൂഹത്തിലെ രോഗികളുടെ ശുശ്രൂഷയാകാം, അതുപോലെ തന്നെ മറ്റുള്ള ദാഹിച്ച ആളുകൾക്ക് കിണർ കുഴിച്ചു കൊടുത്താൽ കിട്ടുന്ന വിധത്തിലുള്ള അവർക്ക് ജലപാനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളാവാം, സത്രങ്ങളാവാം. ഇങ്ങനെ തുടങ്ങുന്ന ഏതു തരത്തിലുള്ള ചാരിറ്റിയും അതിൽ വരാം. അത് പൊതുവേ സമൂഹങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന രീതിയിലാവാം. അതുകൊണ്ട് തന്നെ ഈ വഖഫുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കർമ്മശാസ്ത്ര പശ്ചാത്തലം എന്ന് വെച്ചാൽ അത് മുസ്ലിങ്ങൾ മാത്രം സംഭാവന ചെയ്തതേ വഖഫാവുന്നു പോലുമില്ല. അത്രയും കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ആലോചിച്ചാൽ മുസ്ലിങ്ങൾക്ക് ഒരു അമുസ്ലിം സഹോദരൻ മസ്ജിദ് പണിയാൻ വേണ്ടി ഒരു സ്ഥലം അനുവദിച്ചു കൊടുത്താൽ അങ്ങനെ മസ്ജിദിന് വേണ്ടി അയാൾ വഖഫ് ചെയ്താൽ പോലും വഖഫാകുന്നതാണ്. അപ്പോൾ അത്രത്തോളം കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ സമൂഹങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടാവുന്ന, അവരുടെ വൈജ്ഞാനിക നവോത്ഥാനത്തിനും കൂടി ഉപകാരപ്പെടാവുന്ന രീതിയിലാണ് വഖഫ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചുരുക്കം. അത് ഈ പറഞ്ഞ പോലെ എല്ലാ മതസമൂഹങ്ങൾക്കും ഉള്ളതുപോലെ എല്ലാ മതസമൂഹങ്ങൾക്കും നിലനിൽക്കുന്ന അവരുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിൽപ്പനാധികാരത്തിൻ്റെ റെസ്ട്രിക്ഷൻ എത്രമാത്രമുണ്ടോ അതുപോലെ അങ്ങനെ തന്നെയാണ് വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോകുന്നത്.